ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് വളരെ ചിലവ് ചുരുക്കിയൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാം. ഒരു ഹെർട്ട് ഷേപ്പിലുള്ള ഗിഫ്റ്റ് ഹാമ്പറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനൊരു ഹെർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ചുറ്റിലും നീളത്തിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെക്കണം. ഈ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു ലെയർ അടർത്തി മാറ്റിയിരിക്കണം. എന്നാലേ ഇത് നല്ലപോലെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ചെയ്യാൻ. ഇതാകുമ്പോൾ വേഗം ഒട്ടിക്കോളും. അതുകൊണ്ട് ഫെവിക്കോളിനെക്കാട്ടി നല്ല സുഖമായിട്ട് ഒട്ടിക്കാൻ പറ്റിയ ഗ്ലൂ ഗണ്ണായിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഹാമ്പറിന് ഹൈറ്റ് വേണം അതിനനുസരിച്ച് ഹൈറ്റ് കൂട്ടിയെടുക്കുക. അടപ്പും വേണം. അടപ്പ് ഹെർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കൂടുതലായിട്ടാണ് അടപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളത്. ഉള്ളിലായിട്ടൊരു ഹെർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇത് റാപ്പ് ഷീറ്റിലാണ് പൊതിയുന്നത്. ഇത് വരച്ചു കൊടുക്കണം. 1 ഇഞ്ച് ഏറെ എടുത്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം. കൂടുതൽ കട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും, ഒട്ടിച്ചെടുക്കാൻ പറ്റും. വൃത്തിയിൽ ഒട്ടിച്ചെടുക്കുക. ഉൾവശത്തൊരു പിങ്ക് കളർ ചാർട്ടാണ് ഒട്ടിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ആദ്യം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കണം. OHP ഷീറ്റ് എന്നും പറയും. അതിൻ്റെ മേലായിട്ടാണ് ഈ പിങ്ക് ചാർട്ട് ഒട്ടിക്കുന്നത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺ ലേസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റോൺ ലേസും ചെറിയ പീസാക്കിയിട്ട് തന്നെ ഒട്ടിക്കണം. എന്നാലേ ഷേപ്പ് കറക്റ്റ് നമുക്ക് ലഭിക്കുള്ളൂ. ഹാമ്പറിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ആ റാപ്പ് ഷീറ്റ് കൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. കുറച്ച് ഏറെ എടുത്തിട്ട് ഉള്ളിലോട്ട് മടക്കിയാണ് ഒട്ടിക്കേണ്ടത്. ഉൾവശത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു വാൾപേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പേപ്പറും ഉപയോഗിക്കാം. ചാർട്ടോ A4 കട്ട് ചെയ്തിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഏറെ എടുത്തിട്ട് ഒട്ടിക്കണം. പിന്നെ ഒരു അടിവശവും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ്റെ വളരെ തിന്നായ സാറ്റിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം വലിയൊരു സൂചി എടുത്തിട്ടുള്ളത്. ചാക്കൊക്കെ തുന്നുന്ന ടൈപ്പ് സൂചിയാണ്. ആ സൂചി ഉപയോഗിച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു ഫ്ലവർ മോഡലിൽ ഒന്ന് 2 വശവും കെട്ടിട്ട് കൊടുക്കേണ്ട. ഇതാണ് ഫൈനൽ ലുക്ക്. ഡെക്കറേഷന് വേണ്ടി നമുക്ക് കുറച്ച് ഹെർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ റോസ് പൂ ഉണ്ടാക്കുന്നതാണ്. സ്പോഞ്ച് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇത് 2.5 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. വലിയ റോസ് വേണമെങ്കിൽ പിന്നെയും കൂട്ടിയെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കാനുള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. പിന്നെ താഴ്ഭാഗം സ്റ്റാപ്ലർ കൊണ്ട്, വലിയ സ്റ്റാപ്ലറാണ്, അതുകൊണ്ട് അടിച്ചു കൊടുക്കുക.
എക്സ്ട്രാ വരുന്ന ഭാഗം കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഡബിൾ സൈഡ് വെച്ചിട്ട് ഗിഫ്റ്റ് ഹാമ്പറിൽ ഒട്ടിച്ചാൽ മതി. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കൂടെ ഒരു ടിയാരം കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.